മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹാലക്ഷ്മിയും കാത്തിരുന്ന ആ സന്തോഷ നിമിഷമാണ് വന്നിരിക്കുന്നത്. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ സന്തോഷത്തിനോടൊപ്പം അനന്തവും ലേഖയും ജർമ്മനിയിലുള്ള കൂട്ടുകാരും കൂടി ചേരുന്ന സമയത്ത് പല പല പ്ലാനിങ്ങുകളും ഉണ്ടാകുന്നു. അതായത് ഇപ്പം മൂന്നാർ ട്രിപ്പ് വന്നെങ്കിൽ അധികം താമസിക്കാതെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത്. ആ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തായാലും ജർമ്മനിയിൽ വെച്ച് ആഘോഷിക്കാമെന്ന് എല്ലാവരും ഉറച്ച് തീരുമാനം എടുക്കുന്നു. ഒരു മാസത്തെ ട്രിപ്പെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ച് പറയുന്ന ആ സമയത്ത് കണ്ണനാണെങ്കിൽ അതിന് തടസ്സം പറയുന്നു. ഒരു മാസം ഒന്നും നിൽക്കാൻ പറ്റില്ല, മാക്സിമം ഒരാഴ്ച. കാരണം ഇവിടുത്തെ ഓഫീസും കമ്പനി കാര്യങ്ങളും ഒക്കെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് തന്നെ ഒരു മാസം വന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ സാറിനെ പോലുള്ള നല്ല സ്റ്റാഫിനെ വെച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സോൾവ് ചെയ്താൽ പോരെയെന്ന് അനന്തവും ചോദിക്കുന്നു. മാത്രമല്ല തോമസ് വൈദ്യർ കൊടുത്ത ആ ലേഹ്യം കഴിക്കുന്നില്ലേ എന്ന് നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അതിലൊന്നും ഒരു പ്രതീക്ഷയില്ല, നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. കാരണം എനിക്കെന്തായാലും ഇനിയൊരു കുഞ്ഞ് ജനിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കണ്ണനും മഹാലക്ഷ്മിക്ക് സന്തോഷമാകുന്നു. അവരാണെങ്കിൽ അവിടേക്ക് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മി വീഴാൻ പോകുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ താങ്ങി പിടിക്കുന്നു. അത് കണ്ടിട്ട് അനന്തുവിനും ലേഖയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. 12ാമത്തെ വയസ്സിൽ വീൽചെയറിലായ കണ്ണന് ഇത്രയധികം മാറ്റങ്ങൾ വരാൻ കാരണക്കാരി തന്നെ മഹാലക്ഷ്മിയാണ്. അപ്പം മഹാലക്ഷ്മി എന്ന് പറയുന്നത് ലേഖയെ സംബന്ധിച്ച് സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ്. കണ്ണനെ അനന്തു എങ്ങനെയാണ് സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ ലേഖയ്ക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ജീവനാണ്. തനിക്ക് ജർമ്മനിയിൽ ഇതുപോലെ നല്ലൊരു കൂട്ടുകാരിയെ കിട്ടിയില്ല. മഹാലക്ഷ്മിയോടും കണ്ണനോടും ഉള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ജർമ്മനിയിലേക്ക് തിരികെ പോകാതെ നാട്ടിൽ തന്നെ അങ്ങ് നിൽക്കുന്നത്. ജർമ്മനിയിലെ എല്ലാ സ്ഥാപനങ്ങളും ക്ലോസ് ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായ എന്താ എന്നാണ് നമ്മുടെ ലേഖയുടെ പുതിയ പ്ലാൻ. അതിന് നമ്മുടെ ആനന്ദവും സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിൽ ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷമാണ് അവർക്ക് അല്പ സമാധാനം കിട്ടുന്നത്. അങ്ങനെ സമാധാനം കിട്ടുന്നെങ്കിൽ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് അവരുടെ തീരുമാനം. അതിനിടയ്ക്ക് നമ്മുടെ കണ്ണനാണെങ്കിൽ ഡ്രൈവ് ചെയ്തു പോകുന്നു. സൂക്ഷിച്ചു പോകണമെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നു, എൻ്റെ മഹി കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു അപകടം ഉണ്ടാകില്ലടോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ മേഘനാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ലേഖയും നടക്കുന്ന ആ സ്ഥലത്ത് തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. മേഘനാണെങ്കിൽ നടന്നു വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ട് ആകെ ഷോക്കാകുന്നു. പക്ഷേ പെട്ടെന്ന് അനന്തുവിനും ലേഖയ്ക്കും കണ്ണനും മഹാലക്ഷ്മിക്കും വണ്ടിയിലിരിക്കുന്ന ആരാണെന്ന് മനസ്സിലാകുന്നില്ല. മേഘനാണെങ്കിൽ വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് അനന്തുവും മഹാലക്ഷ്മിയും കണ്ണനും ലേഖയെല്ലാം ഒരുപോലെ ഞെട്ടുന്നു. അതായത് ഒരു കാലത്തും കണ്ണൻ നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച തൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ താൻ നടക്കുന്നത് കണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് കണ്ണനെയും മഹാലക്ഷ്മിയും അലട്ടുന്നത്. അങ്ങനെ മേഘനാണെങ്കിൽ ചീറിപ്പാഞ്ഞ് അവരുടെ മുന്നിൽ വരുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും മിക്കവാറും നമ്മുടെ അനന്തുവിൻ്റെയോ ലേഖയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെയോ സ്വപ്നമാകാനാണ് ചാൻസ്. ഒരു പക്ഷേ ഇത് സത്യമാകുമെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ അടുത്തേക്ക് വരുന്ന മേഘനെ കണ്ണൻ തന്നെ ശരിയാക്കും. അതായത് മലയ്ക്ക് പോയ കണ്ണനെയും മാർക്കോയെയും സാഗറിനെയും ലോപ്പസിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞയച്ചത് നമ്മുടെ മേഘനാണ്. പല തവണയായി മേഘൻ്റെ ക്രൂരതകൾ അതിരുവിടുന്ന ആ സാഹചര്യത്തിൽ മേഘനിട്ട് അറിഞ്ഞൊരടി കൊടുത്താൽ മതി. മേഘനാണെങ്കിൽ ആ കൊക്കയുടെ മേളിൽ നിന്ന് താഴെ വീഴും. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മേഘൻ എന്തായാലും ഉടനെയൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞാൽ പോലും കണ്ണനും മഹാലക്ഷ്മിയും തുറന്നു പറയുന്നതുവരെ മേഘനെയും കൊണ്ട് ആ സത്യം മറ്റൊരാളോട് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവങ്ങളാക്കി കൊടുക്കും. കാരണം അത്രമാത്രം ക്രൂരതകളാണല്ലോ മേഘനാഥൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ചെയ്യുന്നതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മൂന്നാർ ട്രിപ്പ് പോയ ഒറ്റ കാരണം കൊണ്ട് പിണങ്ങിപ്പോയ കരുണ ഇനി കണ്ണനും മഹാലക്ഷ്മിയും ജർമ്മനിയിലേക്ക് ട്രിപ്പ് പോകുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ മാത്രമേ അതിശയുള്ളൂ. എന്തായാലും മഞ്ജുവും സാഗറും ഉറച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ശരിക്കും മഞ്ജു ഒരമ്മയാകാൻ ഒരുങ്ങിയില്ല എങ്കിൽ പോലും തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് മഞ്ജുവും സാഗറും ദുർഗയോട് സംസാരിക്കുന്നത്. തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച കരുണയോടും ദുർഗയോടും ഇനി ഒരു സഹകരണം വേണ്ടെന്ന് തന്നെയാണ് താനും ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മേലിൽ മഞ്ജുവിനെ കാണാനാണെന്ന പേര് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് സാഗർ തീർത്ത് പറയുന്ന സമയത്ത് മഞ്ജു അതിന് സപ്പോർട്ട് പറയുന്നുണ്ട്. കലിയിളകിയ ദുർഗയാണെങ്കിൽ സ്വന്തം മകളെ ശപിച്ചതിന് ശേഷം കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. ദുർഗയുടെ മുഖം കണ്ടിട്ട് ഉണ്ണി കാര്യം തിരക്കുമ്പോൾ ആ മഞ്ജു ഇനി മേലി എന്നോട് ആ വീട്ടിലേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചത് ഞാനും കരുണമോളും ആണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തായാലും ഇനി അവളെ കാണാൻ ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. അഹങ്കാരമെല്ലാം തീർന്ന് ആ സാഗർ എന്ന് പറയുന്നവൻ അവളെ വലിച്ചെറിയുന്ന സമയത്ത് അവളായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറും.
അമ്മയുടെ സഹായവും ചോദിച്ചുകൊണ്ട്. അന്നല്ലാതെ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ ഇനി അമ്മ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ കുഞ്ഞിനെ അവൾ ജന്മം കൊടുക്കാൻ പാടില്ലായിരുന്നു. ആ കാര്യം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ. പിന്നെന്തിനാ അവളെ കാണാൻ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്? ഇനി അതുപോലുള്ളൊരു വാർത്ത അറിയിക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും അറിയിക്കുന്ന ലക്ഷണമില്ല. കാരണം കരുണ കഴിച്ച അതേ വിഷമല്ലേ അവളും കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ ഇനി ഒരു അമ്മയാകാൻ അവളെയും കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ദുർഗ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ആ നിമിഷങ്ങൾക്കായി. ദുർഗ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. അധികം താമസിക്കാതെ നമ്മുടെ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ മഞ്ജുവും ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത ഇവർ തന്നെ കേട്ട് അതിശയിക്കേണ്ട ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്.